ഷാബു പ്രസാദ്, ഇപ്പോൾ ശബരിമല ശ്രീകോവിലിന് മുന്നിൽ കഴിഞ്ഞ തവണ ഭക്തരെ തള്ളി മാറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വാച്ചർ അങ്ങനെ ഒരു ബലപ്രയോഗം നടത്തിയത് കോടതി അടക്കം അതിനെ ശകാരിക്കുകയും അതിന് വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് വലിയ തിരക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കാൻ, അത്തരം വിമർശനം മാത്രമല്ല, അത്തരം സാഹചര്യങ്ങൾ അല്ലെ, അയ്യപ്പൻ എന്ന് തന്നെയാണ് അവിടേക്ക് എത്തുന്ന ആളുകളെ, ഭക്തരെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ സ്വാമിയും എന്നും അയ്യപ്പനും എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്തെ തേടി എത്തുന്ന ഒരാൾ എന്ന ബഹുമാനം അർഹിക്കുന്ന ആളുകൾക്ക് നേരെ ബലപ്രയോഗം ഉണ്ടാകുന്ന അടക്കമുള്ള ഏറ്റവും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ജാഗ്രതയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? മാധു, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ശബരിമലയിൽ നല്ല സയൻറ്റിഫിക്കായിട്ട് തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തണം, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ട രീതികൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ അത് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ 16-ാം മുഹൂർത്തത്തിലല്ല. ഒരു വർഷം ഇവരുടെ മുമ്പിൽ സമയമുണ്ടായിരുന്നു, ഒരു കൊല്ലം. കഴിഞ്ഞ വർഷം ആ ശബരിമല തീർത്ഥാടന കാലം അവസാനിക്കുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ഇവർക്ക് തയ്യാറാക്കാമായിരുന്നു, ഇവർക്ക് പ്ലാനുകൾ തയ്യാറാക്കാമായിരുന്നു. അത് ഈ കഴിഞ്ഞ 12 മാസവും എല്ലാ മാസവും അവിടെ ശബരിമല നട തുറക്കുന്നതാണ്. ആ സമയത്ത് ഇവർക്ക് ട്രയൽ റണ്ണുകൾ നടത്താമായിരുന്നു, അതിൻ്റെ അകത്തെ പ്രോസ് ആൻഡ് കോൺസ് കണ്ടെത്താമായിരുന്നു. അതിനനുസരിച്ചുള്ള നടപടികൾ, കറക്റ്റീവ് സ്റ്റെപ്സ് ഈ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് എടുക്കാമായിരുന്നു. അങ്ങനെ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സിസ്റ്റം നടപ്പാക്കാനുള്ള മുഴുവൻ സമയവും പാഴാക്കി കളഞ്ഞിട്ട് ഈ അവസാന നിമിഷം ഇപ്പോൾ ഈ സീസണിൽ ഒരു ദിവസം 80,000 പേരേ ഉള്ളൂ, അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. മാത്രമല്ല, വിശദമായ വാർത്ത പുറത്തിറക്കുന്ന സമയത്ത് സ്പോട്ട് ബുക്കിങ്ങിനെ പറ്റി ഒരു പരാമർശമേ ഇല്ല എന്നുള്ളതാണ്. ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മാത്രം വന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അടുത്ത ഒരു സ്വാഭാവിക ബുദ്ധിയുള്ള മനുഷ്യർ എല്ലാവരും ചോദിക്കുന്ന, അല്ലാത്ത ആരെങ്കിലും വന്നാൽ അവരെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനമോ അല്ലെങ്കിൽ പകരം സംവിധാനമോ ഉണ്ടെങ്കിൽ അതൊരു വാർത്താക്കുറിപ്പിൽ ചേർക്കുന്നുണ്ട്, അസ്വാഭാവികതയൊന്നുമില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഇവർക്ക് ഇപ്പോൾ ഈ ശബരിമലയെ ചൊല്ലി ഒരു വിവാദമുണ്ടാക്കുക, ഇനിയുള്ള ഒരു 3 മാസക്കാലം ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പ്രോ ഹിന്ദു സംഘടനകളുടെയും മുഴുവൻ ശ്രദ്ധയും അവരുടെ ഊർജവും ശബരിമലയെ ചുറ്റിപ്പറ്റി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു സംശയമില്ല. ഈ 3 മാസത്തെ അവർക്ക് കിട്ടുന്ന ആ ഒരു ബഫർ ടൈം കൊണ്ട് അവർ ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്ന ആ വിവാദപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുക. സംഘപരിവാർ അനുകൂല സംഘടനകളെ സർക്കാരിനെതിരെ ഒന്ന് ശബ്ദിച്ച് തിരിച്ചുവിട്ട് ഞങ്ങളും RSSും അല്ലെങ്കിൽ സംഘപരിവാറും പിണറായി വിജയനും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. ഇല്ലെങ്കിൽ ഇവർ എന്തിനീ ഒരു കൊല്ലം സമയം പാഴാക്കി കളഞ്ഞു? കഴിഞ്ഞ വർഷം കണ്ടതാണ് നമ്മുടെ മുമ്പിൽ, എന്തുമാത്രം പ്രശ്നങ്ങളാണ് ശബരിമലയിലുണ്ടായി. അത് കൺമുമ്പിൽ നിൽക്കെ കഴിഞ്ഞ സീസൺ കഴിയുന്ന ആ നിമിഷം മുതൽ ഇവരുടെ മുമ്പിൽ ഇത്രയും സമയമുണ്ടായിരുന്നു. മാധു, എന്തെല്ലാം ഇവർക്ക് ചെയ്യാമായിരുന്നു, ഇത്രയും നാള് 1-ാം തീയതി ശബരിമല തുറക്കുമ്പോൾ അവർക്ക് ട്രയൽ റൺ വരെ വേണമെങ്കിൽ നടത്താമായിരുന്നു. ഇതിൻ്റെയൊക്കെ എന്താ ഇങ്ങനെയാണോ ഒരു സിസ്റ്റം? നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒക്കെ നഗരത്തിൽ ഒരു ട്രാഫിക് നിയന്ത്രണം നടത്തുമ്പോൾ പോലും അതിന് ട്രയൽ റൺ നടത്താറുണ്ട്, ഇല്ലേ? ഇത് പ്രായോഗികമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ പോലും യാതൊന്നും ചെയ്യാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ അടിക്കുകയാണ്. ഇതൊന്നും നടക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ശബരിമല ഭക്തരെ ആശങ്കയിൽപ്പെടുത്താനും അങ്കലാപ്പിലാക്കാനും അതിനെ തുടർന്നുണ്ടാകുന്ന സാമൂഹ്യ അസ്വസ്ഥതകളെ മുതലെടുക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും വേണ്ടി മാത്രം നടത്തിയ കേവലം രാഷ്ട്രീയ അഭ്യാസം മാത്രമാണിത്. ഇല്ലെങ്കിൽ ഈ 16-ാം മുഹൂർത്തത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനവുമായി വന്ന് ഈ കേരള സമൂഹത്തിനെ മുഴുവൻ, ഈ അയ്യപ്പ ഭക്തരെ മുഴുവൻ ഒരു ഭീകരമായ ആശങ്കയിലേക്ക് തള്ളിവിടേണ്ട കാര്യമെന്താണ്?
ബഹുമാനപ്പെട്ട ഈ സമ്പത്ത് അദ്ദേഹത്തിന് എനിക്ക് വളരെ വലിയ ഇഷ്ടമാണ്. CPM-ൽ നിന്ന് ഒരു ചാനൽ ചർച്ചകളിൽ വന്ന് ഇത്രയും മാന്യമായി സംസാരിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ഒരു നല്ലൊരു ഡിബേറ്ററാണ് അദ്ദേഹം. നല്ല ഉറച്ച രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ മാന്യമായി തന്നെ അവതരിപ്പിക്കുന്ന ആളുമാണ്. പക്ഷേ അദ്ദേഹത്തിനും ഇത് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ നിസ്സഹായ അവസ്ഥ കാണുന്നുമുണ്ട്. ഇതിപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഇവിടെ തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ പ്രശ്നം. ഈ സർക്കാർ ഇപ്പോഴിത് ചെയ്തതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് 100% ഇങ്ങനെയാണ്. ഉദ്ദേശശുദ്ധി ഇല്ല. എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഉദ്ദേശം എന്ന് പറയുന്നത്